Welcome to Kiddo Heaven. Hi children, how are you? All are fine? Okay, today we are going to learn the concept of greater than, less than, equal to. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മാത്സിലെ greater than, less than, equal to. ഈ മൂന്ന് സിംബൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഞാനിവിടെ എന്ത് വരച്ചിട്ടുണ്ട്? പോൺസ്, കുളങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലെ. ഈ കുളത്തിലൊക്കെ ആര് താമസിക്കുന്നുണ്ട്? ഈ കുളത്തിലൊക്കെ ഫിഷസ്, മീനുകൾ താമസിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നോക്കിക്കേ, ഈ കുളത്തിൽ എത്ര ഫിഷസ് ആണ് താമസിക്കുന്നത്? ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 ഫിഷസ് താമസിക്കുന്നുണ്ട് അല്ലെ. ഈ റൗണ്ടില് 4 എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ കുളത്തിന് നേരെ മുൻപുള്ള ഈ കുളത്തിൽ എത്ര ഫിഷസ് താമസിക്കുന്നുണ്ട്? 1 2. ഇവിടെ 2 ഫിഷസേ താമസിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ 4 ഫിഷസ് താമസിക്കുന്നുണ്ട്, ഇവിടെ 2 ഫിഷസേ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശന്ന് വലഞ്ഞ് ആര് വരുന്നുണ്ട്? ഇതാരാണ്? ക്രൊക്കഡൈൽ. ഇതാരാണ്? ക്രൊക്കഡൈൽ. നമ്മുടെ ക്രൊക്കഡൈലിന് എന്താണ്? എപ്പോഴും വിശപ്പാണ്, ഒരുപാട് കഴിക്കണം, എന്നാലേ നമ്മുടെ ക്രൊക്കഡൈലിന്റെ വിശപ്പ് മാറുള്ളൂ. ക്രൊക്കഡൈലിന് ബിഗ് നമ്പർ കഴിക്കണം, ഒരുപാട് കഴിക്കണം, എന്നാലേ ക്രൊക്കഡൈലിന്റെ വിശപ്പ് മാറുള്ളൂ. ഓക്കെ, എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ 4 ഫിഷസിനെ കഴിച്ചാലാണോ അതോ 2 ഫിഷസിനെ കഴിച്ചാലാണോ നമ്മുടെ ക്രൊക്കഡൈലിന്റെ വിശപ്പ് മാറുക? 4 ആണല്ലേ ബിഗ് നമ്പർ. 2നേക്കാളും ബിഗ് നമ്പർ ഏതാണ്? 4 ആണ്. അപ്പൊ 4 ഫിഷസിനെ കഴിച്ചാലേ നമ്മുടെ ക്രൊക്കഡൈലിന്റെ വിശപ്പ് മാറുള്ളൂ. അപ്പൊ ക്രൊക്കഡൈല് ഈ 4 എന്ന് എഴുതിയ പോണ്ടിന് നേരെ വായി ഇങ്ങനെ തുറന്നിരുന്നു. ഓക്കെ, 4 2. നമ്മുടെ ക്രൊക്കഡൈലിന് ബിഗ് നമ്പർ ആണ് ഇഷ്ടം. അത് ബിഗ് നമ്പർ മാത്രമേ കഴിക്കുള്ളൂ, അതിനല്ലാത്തതൊന്നും ഇഷ്ടമല്ല. ക്രൊക്കഡൈലിന് ബിഗ് നമ്പർ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് മാത്രം കഴിക്കുള്ളൂ. അപ്പോ ഇവിടെ 4 2 ആണ്, അപ്പൊ 4 ആണ് അതിന് ഇഷ്ടം. അപ്പൊ അത് 4ന് നേരെ അത് വായി തുറന്നിരുന്നു, കാരണം 4 ആണ് ഇവിടെ ബിഗ് നമ്പർ. ക്രൊക്കഡൈൽ എന്താ? ബിഗ് നമ്പർ മാത്രം കഴിക്കുള്ളൂ. അപ്പൊ അത് 4ന് നേരെ ഇങ്ങനെ വായി തുറന്നിരുന്നു. അങ്ങനെ ക്രൊക്കഡൈല് ഈ 4 ഫിഷസിനെ കഴിച്ചു. എന്നിട്ടും നമ്മുടെ ക്രൊക്കഡൈലിന്റെ വിശപ്പ് മാറിയില്ല. അപ്പൊ അടുത്ത കുളത്തിലേക്ക് പോയി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ഫിഷസ് ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ഇവിടെ 5 ഫിഷസ് ആണ് താമസിക്കുന്നത്. ഇവിടെയോ 1 2 3 4 5 6 7 8. ഇവിടെ 8 ഫിഷസ് താമസിക്കുന്നുണ്ട്. ഇവിടെ 5 ഫിഷസ് ആണ് താമസിക്കുന്നത്, ഇവിടെ 8 ഫിഷസ് ആണ് താമസിക്കുന്നത്. നമ്മുടെ ക്രൊക്കഡൈലിന് എന്താ? ബിഗ് നമ്പർ ആണല്ലേ ഇഷ്ടം. നമ്മുടെ ക്രൊക്കഡൈല് ബിഗ് നമ്പർ മാത്രമേ കഴിക്കുള്ളൂ. ഇവിടെ 5 ആണോ 8 ആണോ ബിഗ് നമ്പർ? ഏതാണ്? 5 ആണോ ബിഗ് നമ്പർ? 8 ആണോ ബിഗ് നമ്പർ? വെരി ഗുഡ്. 5നേക്കാളും ബിഗ് നമ്പർ ആണ് ഏത്? 8. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈൽ ആ 8 ഫിഷസ് ഉള്ള പോണ്ടിലേക്ക് ഇങ്ങനെ പോയി അത് വായി തുറന്നിട്ട് ഇവിടെ ഇരുന്നു. കാരണം നമ്മുടെ ക്രൊക്കഡൈല് ബിഗ് നമ്പർ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ അത് വായി തുറന്ന് ഇങ്ങനെ ഇരുന്നു. ഓക്കെ, ഈ കുളത്തിലായിരുന്നു ബിഗ് നമ്പർ. അപ്പൊ അത് ഇവിടെ വായി തുറന്നിരുന്നു. ഇവിടെ എന്താ? ഇവിടെയാണ് ബിഗ് നമ്പർ ഉള്ളത്. അപ്പൊ അത് അവിടെ വായി തുറന്നിരുന്നു. കാരണം നമ്മുടെ ക്രൊക്കഡൈല് ബിഗ് നമ്പർ മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ 8 ഫിഷസിനെ കഴിച്ചു, ക്രൊക്കഡൈൽ കഴിച്ചു. ഇനി 2 കുളങ്ങൾ ബാക്കിയുണ്ട് അല്ലേ, അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ഫിഷസ് ഉണ്ട്? 1 2 3. ഇവിടെ 3 ഫിഷസ് ആണ് വരുന്നത്. ഇവിടെയോ 1 2 3. ഇവിടെ 3 ഫിഷസ് ആണ് വരുന്നത്. ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. ഇത് കണ്ടോ, നമ്മുടെ ക്രൊക്കഡൈലിന് സങ്കടമായി. കാരണം എന്താ? ഇവിടെ ബിഗ് നമ്പർ ഉണ്ടോ? ഇല്ല, സെയിം നമ്പേഴ്സ് ആണ്. ഇവിടെയും 3 ആണ്, ഇവിടെയും 3
3 ആണ്. സെയിം നമ്പേഴ്സ്, ഒരേ നമ്പർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈലിന് സങ്കടമായി. അപ്പൊ ക്രൊക്കഡൈല് ഇവിടെ 2 നമ്പേഴ്സിന്റെ നടുവിൽ ഇരുന്നിട്ട് വായി അടച്ചിരുന്നു. നമ്മുടെ ക്രൊക്കഡൈല് വായി ഇങ്ങനെ അടച്ചിരുന്നു. നമ്മുടെ ക്രൊക്കഡൈല് വായി അടച്ചിരുന്നു. അതിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? ബിഗ് നമ്പർ ഇല്ല. ഓക്കെ, ക്രൊക്കഡൈൽ എന്താ? ബിഗ് നമ്പർ മാത്രമേ കഴിക്കുള്ളൂ. സെയിം നമ്പേഴ്സ് അതിന് ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെയും 3 ആണ് വന്നത്, ആ 3 തന്നെ ഇവിടെയും വന്നു. അപ്പൊ എന്താ, അതിനത് ഇഷ്ടമായോ? ഇല്ല. അപ്പൊ അത് വായി അടച്ചിരുന്നു. അതിന്റെ വായി ഇങ്ങനെ അടച്ചിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. 4 ഗ്രേറ്റർ ദാൻ 2. 4 എന്താ? 2നേക്കാളും വലുതാണ്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വായി തുറന്നിരിക്കുന്ന സിമ്പലിനാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. 5 ലെസ് ദാൻ 8. 5 എന്താ? 8നേക്കാളും ചെറുതാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് തുറന്നിരിക്കുന്ന സിമ്പലാണ് ലെസ് ദാൻ സിമ്പൽ. ഓക്കെ, പിന്നെ ഈ 2 ലൈൻ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടോ? ഈ സിമ്പലിന് പറയുന്ന പേരാണ് ഈക്വൽ ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഞാനിവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇനി സിമ്പിൾസ് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ നമ്പേഴ്സിൽ തന്നിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പേഴ്സുകൾ കണ്ടാൽ നിങ്ങൾ ആരെ ഓർക്കണം? നമ്മുടെ ക്രൊക്കഡൈലിനെ ഓർക്കണം. നമ്മുടെ ക്രൊക്കഡൈലിന് ബിഗ് നമ്പർ ആണല്ലേ ഇഷ്ടം. അത് ബിഗ് നമ്പറിന് നേരെ ഇങ്ങനെ വായി തുറന്നിരിക്കും. അപ്പൊ നിങ്ങൾ 2 നമ്പേഴ്സിലെ ബിഗ് നമ്പർ ഏതാ നോക്കുക. എന്നിട്ട് വായി തുറന്നിരിക്കുന്ന സിമ്പിൾ വരച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ. 5 2. ഇതിലെ ബിഗ് നമ്പർ ഏതാ? നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടപ്പെട്ട നമ്പർ ഇതിൽ ഏതായിരിക്കും? 5. അപ്പൊ ക്രൊക്കഡൈല് 5ന് നേരെ ഇങ്ങനെ വായി തുറന്നിരുന്നു. കണ്ടോ? ഇങ്ങനെ തുറന്നിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. 4 എന്താണ്? ഇവിടെയും 4, ഇവിടെയും 4. നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടമുണ്ടോ? ഇല്ല. ക്രൊക്കഡൈൽ അപ്പോ വായ അടച്ചിരിക്കും. അപ്പോ ഈക്വൽ ടു സിമ്പിൾ വരച്ചു കൊടുക്കാം. സെയിം നമ്പേഴ്സ് ആണെങ്കിൽ ഈക്വൽ ടു സിമ്പിൾ ആണ് കേട്ടോ വരിക. ഓക്കെ, കാരണം ഈ ഒരുപോലുള്ള നമ്പേഴ്സ് നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടമല്ല. അപ്പൊ അത് വായ ഇങ്ങനെ അടച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. 10 3. ഇങ്ങനെ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിലെ ബിഗ് നമ്പർ ആണ് നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടം. ബിഗ് നമ്പർ മാത്രമേ ക്രൊക്കഡൈൽ കഴിക്കുള്ളൂ. ഇതിലെ ബിഗ് നമ്പർ ഏതാ? 10 ആണോ 3 ആണോ? ബിഗ് നമ്പർ 10. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈല് 10നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായി തുറന്നിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. 8 4. ഓക്കെ, ഇതിലെ ബിഗ് നമ്പർ ഏതാ? നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടപ്പെട്ട നമ്പർ ഇതിൽ ഏതായിരിക്കും? 8. കാരണം 4നേക്കാളും ബിഗ് നമ്പർ ആണ് 8. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈല് 8നെ കഴിക്കാൻ വേണ്ടിയിട്ട് വായി ഇങ്ങനെ തുറന്നിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. 3 6. ഇതിലെ ബിഗ് നമ്പർ ഏതാ? നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? 3 ആണോ 6 ആണോ? 6. കാരണം 3യേക്കാളും ബിഗ് നമ്പർ ആണ് ഏത്? 6. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈൽ 6ന് നേരെ വായി തുറന്നിരുന്നു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 9 5. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ഏത് നമ്പറിന്റെ നേരെ ആയിരിക്കും നമ്മുടെ ക്രൊക്കഡൈൽ വായി തുറന്നിരിക്കുക? 9 ആണോ 5 ആണോ ബിഗ് നമ്പർ? 9. അപ്പോ 9 നമ്പറിന് നേരെ നമ്മുടെ ക്രൊക്കഡൈല് വായി തുറന്നിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. 2 രണ്ടും സെയിം നമ്പേഴ്സ് ആണ്. അത് നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടമുണ്ടോ? ഇല്ല. ക്രൊക്കഡൈൽ എന്താ ചെയ്യാ? വായി അടച്ചിരിക്കും. വായി ഇങ്ങനെ അടച്ചു വെച്ചു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 7 1. ഓക്കെ, നമ്മുടെ ക്രൊക്കഡൈലിന് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? 7 ആണോ 1 ആണോ? ബിഗ് നമ്പറേ നമ്മുടെ ക്രൊക്കഡൈൽ കഴിക്കുള്ളൂ അല്ലെ. ഇതിലെ ബിഗ് നമ്പർ ഏതാ? 7. അപ്പൊ നമ്മുടെ ക്രൊക്കഡൈൽ 7ന് നേരെ ഇങ്ങനെ വായി തുറന്നിരുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ. 2 6. ഇത് നമ്മുടെ ക്രൊക്കഡൈൽ വായി തുറന്നിരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്പർ ഏതായിരിക്കും? 6. കാരണം 6 ആണ് ബിഗ് നമ്പർ. അപ്പൊ 6 കഴിക്കാൻ വേണ്ടിട്ട് ക്രൊക്കഡൈൽ ഇങ്ങനെ വായി തുറന്നു വെച്ചിരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നമ്പേഴ്സുകൾ കണ്ടാൽ നിങ്ങൾ അതിലെ ബിഗ് നമ്പർ ഏതാ നോക്കുക. ആ ബിഗ് നമ്പറിന് നേരെ ആയിരിക്കും നമ്മുടെ ക്രൊക്കഡൈൽ വായി ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഓക്കെ,
വായ്ഭാഗം തുറന്നിരിക്കുന്ന നമ്പർ ബിഗ് നമ്പർ, അതിന്റെ ടിപ്പ് ഇരിക്കുന്നത് സ്മോൾ നമ്പറിലായിരിക്കും. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ നമ്പേഴ്സുകൾ കണ്ടാൽ അതിലെ ബിഗ് നമ്പർ മാത്രമേ നമ്മുടെ ക്രൊക്കഡൈൽ കഴിക്കുള്ളൂ. ബിഗ് നമ്പർ മാത്രമേ ക്രൊക്കഡൈലിന് ഇഷ്ടമുള്ളൂ, അത് മാത്രമേ അത് കഴിക്കുള്ളൂ. അപ്പോൾ അതിലെ ബിഗ് നമ്പർ ഏതാണോ അതിന് മുൻപിൽ അതിങ്ങനെ വായി തുറന്നിരിക്കും. ഇവിടെയാണ് ബിഗ് നമ്പർ എങ്കിൽ അവിടേക്ക് തുറന്നിരിക്കും. ഇനി അപ്പുറത്താണ് ബിഗ് നമ്പർ എങ്കിൽ അത് അവിടേക്ക് തുറന്നിരിക്കും. സെയിം നമ്പേഴ്സ് ആണെങ്കിൽ അത് വായി അടച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് സിമ്പിൾസ് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ കഴിയും. ഓക്കെ, നമ്പേഴ്സുകൾ നോക്കുക. അതിലെ ബിഗ് നമ്പർ ഏതാണോ അതിനായിരിക്കും നമ്മുടെ ക്രൊക്കഡൈൽ ഇങ്ങനെ വായി തുറന്നിരിക്കുന്നത്. ബിഗ് നമ്പർ ഇവിടെയാണെങ്കിൽ അത് ഇവിടേക്ക് വായി തുറന്നിരിക്കും. ഇനി ബിഗ് നമ്പർ ഈ സൈഡിലാണെങ്കിൽ അത് ആ സൈഡിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കും. ഈ രണ്ട് ഭാഗത്തുള്ള നമ്പറും സെയിം ആണെങ്കിലോ അതിങ്ങനെ വായി അടച്ചിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? എളുപ്പല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27 അതില് ഇതിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെയ്തേ. വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആക്ടിവിറ്റി ഒന്ന് ചെയ്തേ. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.